അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നിലയ്ക്കലും അട്ടത്തോടും പിന്നിട്ട് കാനനപാതയിലേക്ക് പ്രവേശിച്ചു. വൈകിട്ട് ശരംകുത്തിയിൽ ദേവസ്വം ഘോഷയാത്രയെ സ്വീകരിക്കും. വൈകിട്ട് 5-നാണ് നട തുറക്കൽ. ഇന്ന് പുലർച്ചെ 2:30-ക്ക് ളാഹയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു. പുലർച്ചെ 3 മണിയോടെ ഘോഷയാത്ര പൂങ്കാവനത്തിലേക്ക് പ്രവേശിച്ചു. നിലയ്ക്കലിൽ രാവിലെ 7:45-ഓടെ ഘോഷയാത്ര എത്തി. തുടർന്ന് അട്ടത്തോട്, വലിയാനവട്ടം, ചെറിയാനവട്ടം, നീലിമല എന്നിവിടങ്ങളിൽ ഘോഷയാത്ര എത്തും. 1.5 മണിക്കൂർ ഇവിടെ വിശ്രമമാണ്. 5 മണിയോടെ ഘോഷയാത്ര ശബരിപീഠത്തിൽ നിന്ന് പുറപ്പെടും. പിന്നീട് ശരംകുത്തി വഴി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. പന്തളം കൊട്ടാരത്തിൽ നിന്നും ശനിയാഴ്ചയാണ് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. പന്തളം കൊട്ടാരം കുടുംബാംഗം മരിച്ചതിനാൽ ഇക്കുറി രാജപ്രതിനിധി തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്നില്ല. തിരുവാഭരണ ദർശനത്തിനായി ഓരോ സ്വീകരണ ഇടങ്ങളിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൻ സുരക്ഷാ സന്നാഹത്തോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിക്കുന്നത്.